ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണം സദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തലേ ദിവസമേ ചെയ്ത് വെക്കേണ്ടതിൽ അച്ചാറുകളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് രസവും പുളിശ്ശേരിയുമാണ്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് പൈനാപ്പിൾ ആണ്. ഒരു 10-15 കഷ്ണം പൈനാപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അടുത്ത് വേണ്ടത് പച്ചമുളക്, 2 തൊണ്ടൻ പച്ചമുളകും എടുത്തിട്ടുണ്ട്. 3 ചെറിയ പച്ചമുളക്, അതായത് എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. തൊണ്ടൻ പച്ചമുളക് പൈനാപ്പിളിന്റെ കൂടെ അരിഞ്ഞിട്ട് വേവിക്കണം. എരിവുള്ള പച്ചമുളകും നമുക്ക് അരയ്ക്കാൻ എടുക്കണം. അടുത്ത് വേണ്ടത് കോക്കനട്ട്, അതിൻ്റെ അടുത്ത് കറി ലീവ്സ്, തൈര്. ഇനി വേണ്ടത് കോക്കനട്ട് ഓയിൽ. നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, മഞ്ഞപ്പൊടി, ജീരകം, കടുക് വറക്കാൻ ആവശ്യത്തിനുള്ള വറ്റൽമുളക്, കടുക്, ഉലുവ. ഇത്രയുമാണ് നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഒരു പാൻ വയ്ക്കാം. അത് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇടണം. പൈനാപ്പിൾ ഇട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ പൈനാപ്പിൾ ഏതാണ്ട് വെന്തിരിക്കും. നമുക്കിനി അതൊന്ന് തുറന്നു നോക്കാം വെന്തിട്ടുണ്ടോന്ന്. നമ്മുടെ പൈനാപ്പിൾ ഏതാണ്ട് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 3 പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ എടുക്കണം. അതിനു മുന്നേ നമുക്ക് മിക്സിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും എടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് 3 കഷ്ണം പൈനാപ്പിള് മിക്സിയിലേക്ക് ഇടാം. അതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി വേണം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 തൊണ്ടൻ പച്ചമുളക്, അത് നീളത്തിലാണ് കീറിയിരിക്കുന്നത്, അതും കൂടെ ഇതിലിട്ട് അടച്ചു വേവിക്കാം. ഞാന് ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഉപ്പും കൂടെ ഇതിൽ കൂടെ ഇട്ട് വേണം വേവിക്കാന്. നമുക്കിനി കൂട്ടരച്ചെടുക്കാം. അതിനു വേണ്ടി 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഈ പൈനാപ്പിൾ ഇടുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാര്യം എന്തെന്നോ, ഇത് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ്സും കൊടുക്കും. അത് പോരാഞ്ഞിട്ട് നമുക്ക് ആ ഗ്രേവിയില് പൈനാപ്പിളിന്റെ ടേസ്റ്റ് കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. നമ്മുടെ പൈനാപ്പിള് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നോക്കാമേ. അങ്ങനെ നമ്മുടെ പൈനാപ്പിള് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിക്കണ്ട. കാര്യം നമുക്കിത് ചോറിലേക്ക് ഒഴിക്കാനുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടൊഴിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആ കൂട്ടൊന്ന് ചൂടാവണം, തിളക്കരുത്. ചെറുതായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിക്കണം. ഞാനിവിടെ ചെറിയ തവിക്ക് 4 തവി തൈരാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള തൈരിന്റെ പുളിപ്പ് അനുസരിച്ച് വേണം തൈരിന്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കേണ്ടത്. എന്നിട്ട് അതും കൂടെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം, ഒട്ടും തിളക്കരുത്. എന്നിട്ട് ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത് കടുക് വറക്കുന്നതിന് വേണ്ടി പാൻ വെക്കാം. ഞാന് കടുവറക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. സദ്യയുടെ അന്നാണിത് പുളിശ്ശേരി കടുവറുത്ത് ഉപയോഗിക്കേണ്ടത്. തലേ ദിവസം ഉണ്ടാക്കുമ്പം ഈ സ്റ്റേജ്, അതായത് നമ്മൾ കടുവറക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റണം. ഞാനൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുക് ഇടണം. കടുക് ഇട്ടതിന് ശേഷം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ, കൂടുതൽ എടുക്കരുത്, 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇടണം. അതുകൂടെ ഒന്ന് ചുമന്നതിന് ശേഷം നമുക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചിടാം. കൂടെ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു കാര്യം നിങ്ങളടുത്ത് പിന്നെയും പ്രത്യേകിച്ച് പറയണു, നിങ്ങൾ കടുക് വറക്കുന്നത് സദ്യയുടെ അന്ന് ഉപയോഗിക്കുന്നതിന് മുന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫ്രഷ്നെസ് അങ്ങ് പോകും. അങ്ങനെ നമുക്ക് തലേ ദിവസം ഉണ്ടാക്കേണ്ട കറികളിൽ ഇനി രസമാണ് ബാക്കിയുള്ളത്. രസം ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. ഒരു സദ്യയുടെ നമ്മൾ മധുരം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് പായസം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ രസം വാങ്ങിച്ചു കുടിച്ചാൽ ആ സദ്യയുടെ കെട്ടങ്ങ് വിടും. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/4 ഗ്ലാസ് സാമ്പാർ പരിപ്പ് വേണം. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുക്കറിൽ 2-3 വിസിൽ കേൾപ്പിക്കണം. അത് കഴിഞ്ഞ് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൽ വെളുത്തുള്ളി ഒരു 10 അല്ലിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് എടുക്കേണ്ടത്. ഇനി വേണ്ടത് 2 ടൊമാറ്റോ, അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം.
ഇനി കറി ലീവ്സ്, മല്ലിയില, പുളി, കായം, വെളിച്ചെണ്ണ. ഇനി പൊടികളാണേ. ആദ്യം ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കടുക് വറക്കാനുള്ള വറ്റൽമുളക്, കടുക്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ആക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടൊമാറ്റോ അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ടൊമാറ്റോ വഴറ്റണം. ടൊമാറ്റോ നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ആ പൊടികൾ ടൊമാറ്റോ ആയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പൊടികൾക്ക് ആ പച്ചമണം എല്ലാം മാറി ഒന്ന് മൂത്ത് വരണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഏതാണ്ട് 2 ഗ്ലാസ് വെള്ളമുണ്ട്. പുളി വെള്ളം ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പിടണം. ഉപ്പിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ പരിപ്പ്, അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഏതാണ്ട് പരിപ്പിന്റെ വെള്ളവും പരിപ്പുമായിട്ട് 2 കപ്പോളം വേണ്ടി വരും. കറി തിളച്ച് പകുതിയാവുമ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഏതാണ്ട് 2 ഗ്ലാസ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. തിളക്കണ്ട. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് തിളയ്ക്കാറാകുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇത് ഓപ്ഷണൽ ആണ്. എന്നിട്ട് കുറച്ച് മല്ലിയില അതും കൂടെ ഇതിനകത്തോട്ടിട്ട് നമുക്ക് അടച്ചു വെക്കണം. ഇതിന്റെ ഈ മല്ലിയിലയൊക്കെ ഇട്ടതിന്റെ എല്ലാത്തിന്റെയും കൂടെ മണം പുറത്തു പോണ്ട. എന്നിട്ട് നമുക്ക് ഇതിനെ കടുവറക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് അത് നന്നായിട്ട് പൊട്ടുമ്പോഴത്തേക്കും 2-3 വറ്റൽമുളക് മുറിച്ചിടാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ രസം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ തലേ ദിവസത്തെ റെഡിയാക്കി വെക്കേണ്ട എല്ലാ കറികളും ആയി കഴിഞ്ഞു. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, രസം ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ചൂടാക്കണേ. അപ്പോഴേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണേ, ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ഈ ഓണസദ്യ സീരീസേ എല്ലാവരും ഒന്നുപോലും വിടാതെ കാണണേ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്ക് ഇടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.